നമസ്കാരം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്ന സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ജർമ്മൻ ചാൻസലറുടെ ഏറ്റവും പുതിയ ഇന്ത്യ സന്ദർശനം. യൂറോപ്പിലെ സാമ്പത്തിക എഞ്ചിനായിട്ടുള്ള ജർമ്മനിയും ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഇന്ത്യയും കൈകോർക്കുമ്പോൾ അത് വെറും ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയല്ല, മറിച്ച് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും സുരക്ഷാ വികസന സമവാക്യങ്ങൾ തിരുത്തി കുറിക്കുന്ന പുതിയൊരു അധികാര കേന്ദ്രത്തിന്റെ ഉദയമാണത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പ്രതിരോധം, ഉൽപാദനം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഒപ്പിട്ട 19ഓളം കരാറുകൾ ഇന്ത്യയെ ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാനുള്ള പ്രയാണത്തിന് ഇന്ധനം പകർന്നു കഴിഞ്ഞു. ഇതിൽ ലോകത്തെ വിസ്മയിപ്പിച്ചത് പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സഹകരണം തന്നെയാണ്. അത്യാധുനിക യുദ്ധവിമാനങ്ങളും മുങ്ങിക്കപ്പലുകളും ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ ഇന്ന് വെറും ഒരു വിപണിയല്ല, മറിച്ച് ലോകരാജ്യങ്ങൾ ഏറെ ബഹുമാനത്തോടെയും ഏറെ വിശ്വാസത്തോടെയും നോക്കിക്കാണുന്ന ശക്തമായ പങ്കാളിയാണെന്ന് ഊട്ടി ഉറപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. സ്വയം പര്യാപ്തതയിലേക്കും ആഗോള നേതൃത്വത്തിലേക്കുമുള്ള ഇന്ത്യയുടെ കുതിപ്പിന് ഈ സഖ്യം ഒരു വജ്രായുധമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ത്യയുടെ വളർച്ചാ പ്രയാണത്തിൽ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ജർമ്മൻ ചാൻസലറുടെ ഏറ്റവും പുതിയ ഇന്ത്യ സന്ദർശനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളും സാമ്പത്തിക ശക്തികളും കൈകോർക്കുമ്പോൾ അത് വെറും ഒരു നയതന്ത്ര സന്ദർശനത്തിനപ്പുറം ഏഷ്യയുടെയും യൂറോപ്പിന്റെയും സുരക്ഷാ വികസന മേഖലകളിൽ പുതിയൊരു ഉദയത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഒപ്പിട്ട പുതിയ 19ഓളം കരാറുകൾ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ഇന്ത്യയെ ഒരു ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്രയാണത്തിന് വലിയ ഊർജമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കപ്പെട്ടതും ലോകരാജ്യങ്ങളെ വിസ്മയിപ്പിച്ചതും പ്രതിരോധ മേഖലയിൽ കൈവരിച്ച വമ്പിച്ച നേട്ടങ്ങളാണ്. പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് ജർമ്മനിയുമായി ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്ന അന്തർവാഹിനി കരാർ. ഏകദേശം $8 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി പ്രകാരം 6 അത്യാധുനിക അന്തർവാഹിനികളാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്നത്. കേവലം സാങ്കേതിക വിദ്യയുടെ ഇറക്കുമതി എന്നതിലുപരി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയൊരു കരുത്ത് നൽകിക്കൊണ്ട് ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ തന്നെ ഇവ നിർമ്മിക്കപ്പെടും എന്നുള്ളതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ കൂടുതൽ കാലം കടലിനടിയിൽ തുടരാൻ നമ്മുടെ നാവികസേനയ്ക്ക് സാധിക്കും. ഇത് ഇന്ത്യൻ സമുദ്ര മേഖലയിലെ നമ്മുടെ ആധിപത്യം ഉറപ്പാക്കുകയും അയൽരാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യും. റഷ്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതി കുറച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ സ്വന്തമാക്കാൻ ഈ പങ്കാളിത്തം ഇന്ത്യയെ സഹായിക്കുന്നുണ്ട്. പ്രതിരോധ വ്യവസായ രംഗത്തെ സഹകരണത്തിനായി തയ്യാറാക്കിയ പുതിയ മാർഗരേഖ നമ്മുടെ സൈനിക ശേഷിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. ആയുധങ്ങൾക്കും സ്പെയർ പാർട്സുകൾക്കുമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിച്ച് ഇന്ത്യയെ ഒരു പ്രതിരോധ കയറ്റുമതി രാജ്യമാക്കി മാറ്റാൻ ഈ കരാറുകൾ സഹായിക്കും. ഡ്രോൺ സാങ്കേതിക വിദ്യ, ഹെലികോപ്റ്ററുകൾക്കായുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, മിസൈൽ സാങ്കേതിക വിദ്യ എന്നിവയിൽ ജർമ്മൻ കമ്പനികളുമായി ചേർന്ന് സംയുക്ത ഗവേഷണവും നിർമ്മാണവും ഇനി സാധ്യമാകും. ജർമ്മനി തങ്ങളുടെ കർശനമായ പ്രതിരോധ കയറ്റുമതി നിയമങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ഇളവുകൾ നൽകിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ ആഴമാണ് വെളിപ്പെടുത്തുന്നത്. ഇത് ഇന്ത്യൻ സൈനികർക്ക് ഏറ്റവും മികച്ച ആയുധങ്ങളും സാങ്കേതിക വിദ്യയും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ വഴിയൊരുക്കുകയും ചെയ്യും. പ്രതിരോധത്തിന് പുറമെ ഊർജ്ജ മേഖലയിലും ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിൽ ജർമ്മനിയുമായി ചേർന്നുള്ള പുതിയ റോഡ് മാപ്പ് ഇന്ത്യയെ ശുദ്ധമായ ഊർജത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റും. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനോടൊപ്പം തന്നെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ ഊർജം പരിസ്ഥിതി സൗഹൃദമായി ഉൽപ്പാദിപ്പിക്കാൻ ഇതുവഴി സാധിക്കും. സോളാർ പാനലുകളുടെയും ലിഥിയം ബാറ്ററികളുടെയും ഉൽപാദനത്തിൽ ചൈനയെ പോലുള്ള രാജ്യങ്ങളുടെ മേധാവിത്വം അവസാനിപ്പിക്കാൻ ജർമ്മനിയുടെ സാങ്കേതിക സഹായം ഇന്ത്യക്ക് തുണയാകുക തന്നെ ചെയ്യും. വരും വർഷങ്ങളിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ് ജർമ്മനി ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ മേഖലയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രാമങ്ങളിലടക്കം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞു. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയർന്നു വരികയാണ്. സെമി കണ്ടക്ടർ നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലകളിൽ ജർമ്മനിയുടെ അനുഭവ സമ്പത്ത് ഇന്ത്യയുടെ യുവ പ്രതിഭകൾക്ക് വലിയ അവസരങ്ങൾ നൽകും. ഇന്ത്യയിലെ സമർത്ഥരായ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ജർമ്മനിയിൽ തൊഴിലെടുക്കാനും പഠിക്കാനുമുള്ള വിസ നിയമങ്ങളിൽ വരുത്തിയ ഇളവുകൾ നമ്മുടെ മാനുഷ്യ വിഭവ ശേഷിയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായിക്കും. നമുക്ക് അറിയാവുന്നതാണ്, എത്രയോ പേരാണ് ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് കുടിയേറുന്നത്.
ജർമ്മൻ ചാൻസലറുടെ സന്ദർശന വേളയിൽ ഒപ്പിട്ട പുതിയ കരാറുകൾ പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക്, പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും യാത്രാപ്രേമികൾക്കും സമാനതകളില്ലാത്ത ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. അത് ഏറെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് അല്ലെ? ഈ പുതിയ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് വിദഗ്ധരായ ഇന്ത്യൻ തൊഴിലാളികൾക്ക് ജർമ്മനി നൽകുന്ന വിസകളുടെ എണ്ണത്തിൽ വരുത്തിയ വൻ വർധനവാണ്. പ്രതിവർഷം നൽകി വരുന്ന വിസകളുടെ പരിധി 2000 നിന്നും 9000 ഉയർത്തിയത് IT, നഴ്സിംഗ്, കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കൾക്ക് യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയിലേക്ക് വാതിലുകൾ തുറന്നു കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ യാത്രികർ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ ആശ്വാസമാണ് ജർമ്മൻ വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രയ്ക്ക് ഇനി മുതൽ എയർപോർട്ട് ട്രാൻസിറ്റ് വിസ ആവശ്യമില്ല എന്ന വലിയ തീരുമാനം. അത് ഏറെ സന്തോഷകരവുമാണ്. അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കോ ജർമ്മനി വഴി പറക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി വിസയ്ക്കായി പണമോ സമയമോ ചെലവഴിക്കാതെ തന്നെ ജർമ്മൻ വിമാനത്താവളങ്ങളുടെ ട്രാൻസിറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വിസ നടപടികളിലെ കാലതാമസം ഒഴിവാക്കാൻ ഡിജിറ്റലൈസേഷൻ ശക്തമാക്കുന്നതോടെ മാസങ്ങൾ നീണ്ടിരുന്ന കാത്തിരിപ്പ് വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന ജർമ്മനിയുടെ ഉറപ്പും വലിയൊരു നേട്ടം തന്നെയാണ്. തൊഴിൽ തേടുന്നവർക്കായി ജർമ്മനി അവതരിപ്പിച്ച ഓപ്പർച്യൂണിറ്റീസ് കാർഡ് അഥവാ ചാൻസലർക്കാകട്ടെ ഇന്ത്യക്കാർക്ക് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകുമെന്നതാണ് മറ്റൊരു സവിശേഷത. ഒരു ജർമ്മൻ കമ്പനിയുടെ മുൻകൂട്ടിയുള്ള തൊഴിൽ കരാർ ഇല്ലാതെ തന്നെ ജർമ്മനിയിലെത്തി ജോലി അന്വേഷിക്കാൻ ഈ കാർഡ് വഴി സാധിക്കും. കൂടാതെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ യോഗ്യതകൾ ജർമ്മനിയിൽ വേഗത്തിൽ അംഗീകരിക്കാനുള്ള നടപടിയും ഭാഷാ പഠന നിബന്ധനകളിൽ വരുത്തിയ ലഘൂകരണവും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത് കൂടുതൽ സുഗമമാക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനശേഷം ജർമ്മനിയിൽ തന്നെ താമസിച്ച് ജോലി കണ്ടെത്താൻ അനുവദിക്കുന്ന കാലാവധി 18 മാസം വരെ നീട്ടി നൽകുന്നതും വലിയ ഗുണം ചെയ്യും. ഇന്ത്യയിലെയും ജർമ്മനിയിലെയും പ്രമുഖ സർവകലാശാലകൾ തമ്മിലുള്ള അക്കാദമിക് സഹകരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ സൗകര്യങ്ങളും അതുപോലെ തന്നെ വലിയ സ്കോളർഷിപ്പുകളും കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമായി തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ഈ പുതിയ വിസ കരാറുകൾ ഇന്ത്യയുടെ മനുഷ്യ വിഭവശേഷിയെ ലോകത്തിനു മുന്നിൽ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനകീയ ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. നൈപുണ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾ ജർമ്മനിയുടെ വ്യവസായ മേഖലയുടെ ഭാഗമാകുമ്പോൾ അവിടുത്തെ കമ്പനികൾ ഇന്ത്യയിൽ വലിയ ഫാക്ടറികൾ സ്ഥാപിക്കാനും തയ്യാറായി തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ഈ സന്ദർശനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം സൗഹൃദ സന്ദർശനം മാത്രമായിട്ട് കാണരുത്, മറിച്ച് വരും കാലത്തെ വികസിത ഭാരതത്തിലേക്കുള്ള ഒരു വ്യക്തമായ ബ്ലൂ പ്രിന്റ് ആണിത്. സൈനിക മേഖലയിൽ നാം കൈവരിക്കുന്ന സ്വാശ്രയത്വവും ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ നാം നേടിയെടുക്കുന്ന വ്യാവസായിക വളർച്ചയും ഇന്ത്യയെ ആഗോളതലത്തിൽ ഒന്നാമതെത്തിക്കാൻ സഹായിക്കുക തന്നെ ചെയ്യും. ഇന്ത്യൻ മഹാസമുദ്രം മുതൽ ആഗോള വിപണി വരെ ഇന്ത്യയുടെ മുദ്ര പതിപ്പിക്കാൻ ഈ പുതിയ കാലത്തെ ഇന്ത്യ ജർമ്മൻ ബന്ധം വഴിയൊരുക്കുമെന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യാശിക്കാവുന്നതാണ്. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഈ കരാറുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ കരുത്തുറ്റതും അതുപോലെ തന്നെ ആധുനികവുമായ ഒരു ഇന്ത്യയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്താം. നന്ദി.